യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതിപ്പോ അരുണിമയും ജയിലിൽ തന്നെ ആണല്ലോ. സാക്ഷിയുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും അകത്തായാൽ പിന്നെ സേനാപതിയുടെ പ്രതികാരത്തിന് സ്പേസ് ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ അതേ പറഞ്ഞുള്ളൂ. നിയമം വഴി അവരെ നേരിടാനായിരുന്നില്ലല്ലോ നമ്മുടെ പരിപാടി. അല്ല, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഈ നിയമമൊക്കെ ഒരു മറയല്ലേ ശങ്കറെ? ജയിലിൽ വെച്ച് അവര് തമ്മിൽ കാണട്ടെ. നമുക്ക് ഉത്തരം കിട്ടാതെ പോയ ചോദ്യങ്ങൾക്ക് അവര് തന്നെ നമ്മുടെ ആൾക്കാരോട് ജയിലിൽ വെച്ച് ഉത്തരം പറയും. ഈ പുറം ലോകത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പോലെ അല്ല ജയിലിന്റെ അകത്ത്. അവിടെ വച്ച് ചെയ്യുന്ന ഓരോന്നിനും അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും ഈ ഇന്റൻസിറ്റി കൂടും. എന്റെ മനസ്സിലെ കല്ലിറങ്ങുന്നത് വരെ അവരെ വേണ്ടതുപോലെ നമ്മുടെ ആൾക്കാർ അവിടെ ഇട്ട് കൈകാര്യം ചെയ്യും. അവർക്ക് അവിടെ സംഭവിക്കുന്ന ഓരോന്നും പുറത്ത് അർജുന്റെ മനോനില തകർക്കും. അവസാനം എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അവൻ തന്നെ നമ്മളോട് പറയും. അത് പോരെടോ ശങ്കറെ? അത് മതി. പിന്നെ പ്രിയയുടെ കാര്യം, ഓടിയാൽ തന്നെ അവൾ ഈ ലോകത്ത് എത്ര ദൂരം ഓടൂടോ? എവിടെയെങ്കിലും വച്ച് എപ്പോഴെങ്കിലും അവൾക്ക് ഉറപ്പായിട്ടും തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ അപ്പൊ നോക്കിയാ പോരെ. അർജുൻ അടുത്ത ദിവസം തന്നെ പൂജയുടെ ജാമ്യാപേക്ഷ മൂവി കേട്ടടോ. ഞാനല്ലേ പ്രോസിക്യൂഷൻ നോക്കുന്നത്. അവൾ ഇറങ്ങില്ല പോരെ? അത് മതി. ഇനി അഥവാ ജയിലിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞതിന് ശേഷം മതി.